ഹായ് നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ യമഹയുടെ DBR12 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പവേർഡ് സ്പീക്കറാണ് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. ഇതാണ് ആ പാർസലായിട്ട് വന്നിരിക്കുന്നത് കേട്ടോ. ഇതിവിടെയുള്ള ഒരു G4 മ്യൂസിക് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓൺലൈൻ ഷോപ്പിൽ നിന്നാണ് നമ്മൾ വാങ്ങിയത്. ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ ഔട്ട്പുട്ട് വരുന്നത് 1000 വാട്ട്സ് ആണ് വരുന്നത്, ടോട്ടൽ പീക്ക് ഔട്ട്പുട്ട് വരുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് 1.4 ടീറ്റേഴ്സ് ആണുള്ളത്. വളരെ കോമ്പാക്റ്റബിൾ ആയിട്ടുള്ള ഒരു സ്പീക്കറാണെന്നാണ് പറയുന്നത്. എനിവേ ഞാനിതൊന്ന് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. നമുക്കപ്പം ഓപ്പൺ ചെയ്ത് കാണാം. ഇതിൻ്റെ അകത്ത് വന്നിരിക്കുന്നത് ഓർക്കുകൾ വന്നിട്ടുണ്ട്. നമുക്ക് പിന്നെ നമ്മുടെ സ്പീക്കർ വന്നിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ സ്പീക്കർ കേട്ടോ. എനിക്ക് തോന്നുന്നത് എൻ്റെ കയ്യിൽ RCFിൻ്റെ ഒരു ഒന്നല്ല 2 സ്പീക്കറുണ്ട്. അതിനെക്കാട്ടും കുറച്ചും കൂടെ ലൈറ്റ് വെയ്റ്റുമാണ്, സൈസും കുറവാണ്. എനിക്ക് ലൈറ്റ് വെയ്റ്റ് ആണ് ഇഷ്ടം. എന്ന് വെച്ചാൽ മറ്റത് അത്യാവശ്യം ഭയങ്കര കനമാണ്, ഇതിനത്ര വെയിറ്റ് ഇല്ല. അതുകൊണ്ട് നമുക്ക് ഹാൻഡ്ലിങ്ങും അതുപോലെ തന്നെ നമുക്ക് ട്രാൻസ്പോർട്ടേഷനും ഒക്കെ ഇതിലൂടെ എളുപ്പമാണ് ഈ ഒരു ടൈപ്പ് വരുന്നത്. ഇത് 12 ഇഞ്ചാണ്, പക്ഷേ എനിക്ക് തോന്നുന്നത് RCFിൻ്റെ ഈ ഒരു 10 ഇഞ്ചിന് പോലും ഈ വലുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ഫ്രണ്ട് യമഹയുടെ ലോഗോ. ഇതിൽ ട്വീറ്റേഴ്സ് വരുന്ന സബ് വൂഫർ 12 ഇഞ്ചിൻ്റെ. ഇനി ബാക്ക് സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് 2 ഇൻപുട്ടുണ്ട്. മൈക്ക് 1, 2. ഇതിൻ്റെ ഗെയിനാണ് കേട്ടോ. ഇത് ഒന്നാമത്തെ ചാനലിൻ്റെ ഗെയിന്, രണ്ടാമത്തെ ചാനലിൻ്റെ ഗെയിന്. RCA 2 ഇൻപുട്ട്. നമുക്ക് മൊബൈലിൽ നിന്ന് വേണമെങ്കിൽ RCA കേബിൾ വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇത് പിന്നെ മെയിനായിട്ട് നമുക്ക് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, മെയിൻ സ്പീക്കറായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്വിച്ച് മേളിലോട്ട് ഓൺ ചെയ്തിടുക. മോണിറ്ററായിട്ട് യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് താഴോട്ട് ഈ ഒരു സ്വിച്ച് ഇടുക. അപ്പം നമുക്ക് മോണിറ്ററായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. മോണിറ്ററായിട്ട് യൂസ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് ഫ്രീക്വൻസി കാണിച്ചിട്ടുണ്ടല്ലോ, ലോ ഫ്രീക്വൻസിയുടെ വളരെ കുറഞ്ഞ് ഹൈ ഫ്രീക്വൻസി കൂട്ടിയാണ് മോണിറ്ററായിട്ട് വരുമ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്നത്. അല്ല, മെയിനായിട്ട് വരുമ്പം ഇവിടെ ലോ ഫ്രീക്വൻസി കുറച്ച് കൂട്ടുകയും ഹൈ ഫ്രീക്വൻസി കുറച്ച് കുറയ്ക്കുകയും ചെയ്താണ് ഇതിൻ്റെ അകത്ത് ഒരു സെറ്റിങ്സ് വരുന്നത്. അത് പ്രീ സെറ്റിംഗ് ആണ് കേട്ടോ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ഹൈ പാസ് ഫിൽറ്റർ ഉണ്ട്. നമുക്ക് 100 മുതൽ 120 വരെ നമുക്ക് ചെയ്യാൻ പറ്റും, ഫിൽറ്റർ ചെയ്യാൻ പറ്റും. ഇപ്പം 100 ഇടുവാണെങ്കിൽ ബിലോ 100 ആയിട്ടുള്ള ഹെർട്സി വരുന്ന എല്ലാ ഫ്രീക്വൻസി അത് കട്ട് ചെയ്യും. 120 ഇടുവാണെങ്കിൽ ബിലോ 120 ഹെർട്സി വരുന്ന എല്ലാ അൺവാണ്ടഡ് ആയിട്ടുള്ള ലോ ഫ്രീക്വൻസിയും കട്ട് ചെയ്യും. അതിനാണ് ഈ ഹൈ പാസ് ഫിൽറ്റർ വെച്ചിരിക്കുന്നത്. പിന്നെ നമുക്ക് ഇതിൽ നിന്ന് നമുക്ക് വേറെ ഒരു സ്പീക്കറിലോട്ട് കണക്ട് ചെയ്യണമെങ്കിൽ ഇവിടെ നമുക്ക് കണക്ട് ചെയ്യാം. അത്ര മാത്രമേ ഇതിൻ്റെ അകത്തുള്ള സെറ്റിങ്സ് വരുന്നുള്ളൂ. അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് ലിമിറ്ററുണ്ട്. ലിമിറ്റർ നമുക്ക് ഇതിൻ്റെ അകത്ത് ഒരുപാട് സിഗ്നൽ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മളെ ഓൺ ചെയ്യുന്നതാണ് ഈ ലിമിറ്ററിൻ്റെ ഒരു ഉദ്ദേശം. അതിന് ഒരു ചെറിയൊരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ സിഗ്നൽ വരുന്നുണ്ടെങ്കിൽ സിഗ്നലിൻ്റെ ഈ ഗ്രീൻ ലൈറ്റ് കത്തി കിടക്കും. അതുപോലെ തന്നെ പ്രൊട്ടക്ഷൻ, ഈ സ്പീക്കറിൻ്റെ പ്രൊട്ടക്ഷനുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഒരുപാട് ഇത് വരുവാണെങ്കിൽ പിന്നെ ഹെവി ലോഡ് വരുന്ന ഓട്ടോമാറ്റിക്കായിട്ട് ഇത് കട്ട് ഓഫ് ആവും. പിന്നെ പവറിൻ്റെ ഒരു ചെറിയൊരു LED ലൈറ്റ്. ഇത്രയാണ് ഇതിൻ്റെ അകത്ത് ടോട്ടൽ ഉള്ളത്. എനിവേ ഞാനിത് ഒന്ന് എന്തെങ്കിലും ഒരു സംഭവം വെച്ച് ചെയ്യിപ്പിക്കുന്നത് അങ്ങനെ ഉണ്ടെന്ന് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്പീക്കർ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അത് നമുക്ക് പവർ കൊടുക്കണം. അപ്പോൾ നമ്മൾ പവർ കേബിൾ കൊടുക്കാം. പവർ കേബിൾ കൊടുക്കുകയാണ്. കാണാൻ പറ്റുന്നുണ്ടല്ലോ അല്ലേ? പവർ കൊടുക്കുന്നു. പവർ കൊടുത്തിട്ട് ഇത് ഓൺ ചെയ്യുന്നു.
പവർ വന്നിട്ടുണ്ട്. പവേർഡ്. ഓക്കെ, ഇനി നമുക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ് കേട്ടോ. നമ്മുടെ ടാബ്ലറ്റിൻ്റെ അകത്തു നിന്നാണ് പ്ലേ ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഇൻപുട്ട് കൊടുക്കുകയാണ്. ഓക്കെ, നമ്മൾ ഇനി ഇതിൻ്റെ അകത്ത് എന്തെങ്കിലും ഒരു പാട്ടിട്ട് നമുക്ക് പ്ലേ ചെയ്ത് നോക്കാം. അപ്പോൾ കോപ്പിറൈറ്റിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് നമ്മുടെ തന്നെ ഒരു ആൽബമാണ് ഞാൻ പ്ലേ ചെയ്യുന്നത് കേട്ടോ. അങ്ങനെ കുഴപ്പമില്ല, ഇച്ചിരി കൂടെ കുറച്ച് ഡ്യൂറേഷൻ കേൾപ്പിക്കാൻ പറ്റും. പ്ലേ ചെയ്യട്ടെ. നമുക്കറിയാം ബേസ് കുറവാണ്. മെയിൻ സ്പീക്കറിന്റെ ഒരു ഓപ്ഷൻ കേട്ടോ. ഇനി നമുക്ക് അടുത്ത ഈ രണ്ടാമത്തെ ഈ മൈക്ക് ഇൻപുട്ടിലും കൂടി നോക്കാം കേട്ടോ. നമ്മൾ ഇതെല്ലാം ചെക്ക് ചെയ്യണമല്ലോ. നമ്മളൊക്കെ ഓൺ ചെയ്യുന്നു. എനിക്ക് സ്പീക്കർ ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല സാറ്റിസ്ഫൈഡ് ആണ്. അതായത് പ്രൈസ് എന്ന് പറഞ്ഞാൽ നാട്ടിലൊരു 37,000 രൂപയാണ് ഇതിന് പ്രൈസ് വരുന്നത് ഓഫറിൽ കേട്ടോ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ല പവർ ഉണ്ട്, അത്യാവശ്യം നല്ല ബേസ്, നല്ല ക്ലാരിറ്റി ഉണ്ട് സൗണ്ടിൻ്റെ ടോട്ടൽ. അപ്പോൾ ഇതാണ് എൻ്റെ ഒരു റിവ്യൂ കേട്ടോ. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.